ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞങ്ങൾ ബ്രൂസ് ഫിറ്റ്നസ് ക്ലബിൻ്റെ ഭാഗമായിട്ട് എലത്തൂർ വരെ ഒരു 5 കിലോമീറ്റർ ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പക്ഷേ പോയില്ല കേട്ടോ. അവരെല്ലാവരും എലത്തൂർ ബീച്ചിലോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ടാണ് പോയത്. ഞാൻ അവിടോട്ട് ചെന്നപ്പോഴത്തേക്കുണ്ടല്ലോ, അവിടെ ഒരു ചെറിയൊരു ചാല് പോലെ പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ അത് നിറച്ച് മാല മീൻ, എന്തൊരു രസം ഉണ്ടായിരുന്നറിയാമോ അതിൻ്റെ തുള്ളി കളിക്കുന്നത് കാണാൻ. അപ്പം നമ്മൾ വിചാരിക്കും പെട്ടെന്നൊരു ചൂണ്ട എടുത്തുകൊണ്ട് വന്നിട്ട് പിടിച്ചാലോ എന്നൊക്കെ എനിക്ക് തോന്നിയതാണ് കേട്ടോ. പക്ഷെ പിന്നീട് ഞാൻ അവരെല്ലാവരും വെയിറ്റ് ചെയ്യുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ നല്ല വിജനമായിട്ട് കിടക്കുവാണ്. അവിടെ എങ്ങും ആരെയും കാണുന്നില്ല. ഞാൻ പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് കുറേ ചേച്ചിമാർ അവിടെ നിന്ന് കക്ക പെറുക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന കക്ക ഈ കുമ്മായൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരവിടെ നിന്ന് പെറുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അവരെയൊന്നും കാണുന്നില്ല, എൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും കാണുന്നില്ല. പിന്നെ കുറച്ച് മുന്നോട്ട് ചെയ്യുന്നപ്പോഴത്തേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷാലു ഉണ്ടായിരുന്നു, ശ്രീകുട്ടി ഉണ്ടായിരുന്നു, ദിവ്യേച്ചി, റിജുല, ഷാജുവേട്ടൻ, അനുപേട്ടൻ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് എക്സർസൈസൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരുമായിട്ട് അവിടെ ഒരു കക്ക പോലത്തെ ഒരു സാധനമുണ്ട്. അതിൻ്റെ പേരാണ് പൊണലി. ഞങ്ങൾ കക്കയെന്ന് പറയും. ആലപ്പുഴയാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ ആലപ്പുഴയിൽ ഞങ്ങളത് കക്കയെന്ന് പറയും. കോഴിക്കോട് അത് കറുത്ത കളറില്ലേ, ഇത് പൊണലി എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ പിന്നെ ആ പൊണലി പെറുക്കാനായിട്ട് പോയി. പൊണലിന്ന് തന്നെയാണോ കറക്റ്റ് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ, പൊണലിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് പെറുക്കാനായിട്ട് പോയി. ഫസ്റ്റ് തന്നെ ഞാൻ ദൂരേന്ന് കണ്ടു അവിടെ ഒരെണ്ണം കിടക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ ചെന്നിട്ട്, ശ്രീകുട്ടി ഞാനും കൂടെ അവിടെ ചെന്നിട്ട് ഒരെണ്ണം ഞാൻ കണ്ടിട്ടുള്ളത് അവിടുന്ന്. ആ ഒരെണ്ണം ഞാൻ ഏതായാലും എടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് ആദ്യം തന്നെ സ്ലിപ്പായി താഴെ പോവുകയും ചെയ്തത്. പിന്നെ ഞാൻ കുറേ നേരം അവിടെ നോക്കിയിട്ടോ. അതെനിക്ക് അറിയില്ലല്ലോ, ഞാൻ ഈ കടലിൽ നിന്ന് ഇത് എടുക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കടലിൽ നിന്ന് ഇങ്ങനെ മണ്ണ് മാന്തിയിട്ടൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് കുറേ നേരം ഞാൻ അവിടെ മാന്തി നോക്കിയിട്ടൊന്നും എനിക്ക് കിട്ടുന്നില്ല. മറ്റേ ഫ്രണ്ട്സിന് അവർക്കെല്ലാവർക്കും കിട്ടുന്നുണ്ട്, എനിക്ക് മാത്രമല്ല. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഇത് ഇങ്ങനെ മാന്തി നോക്കിക്കൊണ്ടേയിരുന്നു. നമുക്ക് കുറേ ഒത്തിരി നേരം നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അവർക്കൊക്കെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് അതിൻ്റെ ഐഡിയ മനസ്സിലായത്, കുറച്ചുകൂടെ നമ്മളിങ്ങനെ കുഴിച്ച് നോക്കണം എങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള ഇരിക്കുന്നെടുക്കുന്നത് കിട്ടില്ല. ഇച്ചിരി മണ്ണ് ഇളകിയെടുക്കുകയാണെങ്കിൽ നിറച്ചുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറേ കിട്ടി കേട്ടോ. ഞങ്ങൾ ഒരു ചാക്ക് നിറച്ച്, ഒരു സഞ്ചി നിറച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്തു, എല്ലാവരും കൂടെ വീട്ടിലെത്തി പുഴുങ്ങി പൊളിച്ച് നല്ല ഹൈയാക്കിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു ഇന്ന്. നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത് എല്ലാവരും. അപ്പോൾ അനുപേട്ടന് ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഞങ്ങളവിടെ കൊണ്ടുപോയതിനൊക്കെ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു അനുപേട്ട.